Hi, hello, welcome back with yet another episode of PT Excel. How to Excel PT, and we are going to discuss the reorder paragraphs. പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന് ഡൗട്ടുകളുണ്ട്, മേ ബി ബിക്കോസ് ഓഫ് ഗ്രാമർ, മേ ബി ബിക്കോസ് ഓഫ് ദ വൊക്കാബുലറി, ഓർ മേ ബി കൺസേൺ ഇത് എങ്ങനെ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ നമുക്ക് തീർക്കാൻ പറ്റുമെന്ന ഡൗട്ട് കാരണം സ്കോറുകൾ കിട്ടാത്ത പല സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹാക്കായിട്ട് നിങ്ങൾ കൃത്യമായി ഒരു ഏകദേശം എൻ്റെ കൂടെ 20-25 മിനിറ്റ് നിങ്ങൾ സമയം ചെലവഴിക്കണം. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ടിൽ ദ എൻഡ് യു ആർ ഗോയിങ് ടു ഗെയിൻ അ ലോട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് ആവാം, ചില പോയിന്റ്സും, ബട്ട് ടിൽ ദ എൻഡ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇൻ ഡെപ്ത് എങ്ങനെയാണ് റീഓർഡർ പാരഗ്രാഫ്സ് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യേണ്ടത്. നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ അല്ലേ? ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ്? ഇങ്ങനെയാണ് റീഓർഡർ പാരഗ്രാഫ് അല്ലേ? ഇപ്പൊ ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. സെന്റൻസ് ദ ഫസ്റ്റ് ഇസ് ബൈ പുഷിങ്. ഇങ്ങനത്തെ ഒരു പാരഗ്രാഫ് ABCDE. ഇതെന്ത് ചെയ്യണം? നമുക്ക് കൃത്യമായിട്ട് തോന്നുന്ന ഒരു വാക്ക്. ഓക്കെ, അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്, സം ലോജിക് ഉണ്ട്. ആ ലോജിക് ബിഹൈൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യേണ്ടത്. നമുക്ക് തോന്നുന്ന ഒരു സെന്റൻസ് ആദ്യത്തെ സെന്റൻസ് ആയിട്ട് തോന്നുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് ഡ്രാഗ് ചെയ്ത് സെക്കൻഡിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഇൻ കേസ് നമ്മൾ തെറ്റിയതാണ്, ആദ്യത്തെയാണ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഉദ്ദേശിക്കുന്ന ഏതാണ് വേർഡ് എന്ന് വെച്ചാൽ ആ ഒരു കോളം എടുത്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ഇടുന്നു, അത് തന്നെ റീപ്ലേസ് ആയി വരും. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ചിലതിൽ 4 സെക്ഷൻസ് കിട്ടാറുണ്ട്, ABCD, ചിലതിൽ ABCDE. അപ്പോൾ നിങ്ങളോട് എത്രത്തോളം PT-കാർക്ക് ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ പാരഗ്രാഫ് മാറും എന്നല്ല, ബട്ട് അങ്ങനെയല്ല, ഇത് ഡിപ്പെൻസ്. ABCD ചില കൂടുതലും ഇപ്പോൾ വരുന്നത് ABCDE 5 സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. അയ്യോ, എനിക്ക് മാത്രം എന്താണ് 5 സെക്ഷൻ കിട്ടുന്നതെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ഓൺലി തിങ് ഇസ് യു ഹാവ് ടു ബി ഷുവർ അബൌട്ട് വാട്ട് യു ആർ ഡൂയിങ്. അതൊന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ വി ആർ ഗോയിങ് ടു ഗെറ്റ് ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ, ശ്രമിച്ചാലോ അല്ലേ? നമുക്കൊന്ന് പഠിക്കാം. ഫാക്ട് എന്തൊക്കെയാണ് ഇൻഫർമേഷൻ നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ റീഓർഡർ പാരഗ്രാഫിൽ മനസ്സിലാക്കേണ്ടത്? ഫസ്റ്റ് ഇസ് നമ്പർ ഓഫ് ഐറ്റംസ്. 2 or 3 കിട്ടും, 2 അല്ലെങ്കിൽ 3 കിട്ടും. ഇന്റഗ്രേറ്റഡ് സ്കോറിംഗ് ആണ്. ഇന്റഗ്രേറ്റ് സ്കോറിംഗിന് വേറെ ഒന്നും ഇതിൽ സ്കോറിംഗ് ഇല്ല, റീഡിങ്ങിന്റെ മാത്രമാണ് സ്കോർ അസസ്മെന്റ് നടക്കുന്നത്. ടൈം മാനേജ്മെന്റ് 1 to 3 minutes ആണെങ്കിൽ ഞാൻ പറയുന്നു നമുക്ക് 1 minute to 90 seconds എടുത്താൽ മതി. 60 seconds to 90 seconds എടുത്താൽ മതി. അതിന് മുകളിൽ എടുക്കരുത്. എന്താ വെച്ചാൽ ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിനെയും കണക്ക് കൂട്ടൽ തെറ്റും. പണ്ടൊക്കെ നമ്മൾ സ്കൂളുകളിൽ എന്താണ്, എക്സാം നേരത്തെ എഴുതി എന്ത് ചെയ്യുക, ഒന്ന് പുറത്ത് കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകും. അങ്ങനത്തെ ഉദ്ദേശം നമുക്കൊന്നുമില്ലല്ലോ. വി ആർ ഹിയർ ടു ബി സക്സസ്ഫുൾ അല്ലേ? അപ്പോൾ നമ്മുടെ എയിം എന്താണ്, നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യണം. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഹൗ ഏർലി യു കംപ്ലീറ്റ് ദ എക്സാം, ഇറ്റ് ഇസ് അബൌട്ട് how well you complete the exam. It is not about how early you complete the exam, but it is about how well quality wise you do the exam. So that is you should be your focus. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് സ്കോറിംഗ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. സ്കോറിംഗ് ആണെങ്കിൽ ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് 5 ശരിയായി കഴിഞ്ഞാൽ 5ന്റെയും ഓർഡറുകൾ ശരിയായ 1 2 3 4 5 ഓർഡറുകൾ ശരി കഴിഞ്ഞാൽ 100% മാർക്ക് കിട്ടും. ഇനി ഇതിൽ 2 തെറ്റിയാൽ, 1 2 തെറ്റി എന്ന് വെക്കുക, 2 തെറ്റി, അടുത്ത 3 സീക്വൻസ് ശരിയായാൽ 50% മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ 1 2 3 ആ സീക്വൻസിൽ 3 തെറ്റി, നമുക്ക് 4 5 മാത്രമേ കിട്ടിയുള്ളൂ. അവിടെ 2 മാത്രം ശരിയായിട്ടുള്ളൂ, 25% മാർക്ക് പ്രതീക്ഷിച്ചാൽ മതി. സോ യുവർ ഷുഡ് ഫോക്കസ് എവിടെയായിരിക്കണം? നമ്മുടെ എല്ലാവരുടെയും ഫോക്കസ്, ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഫോക്കസ് 100% മാർക്കിലായിരിക്കണം. അല്ലാതെ നമ്മൾ 25 മാർക്ക്, സർ എനിക്ക് 25 മാർക്ക് മതി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കരുത്. എൻ്റെ 2 ശരിയായാൽ മതി, എനിക്ക് 50% മാർക്ക് മതി, 45% മാർക്ക് മതി എന്ന് നിങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന ചതിയാണ്. വി ഷുഡ് ബി എയിമിങ് ടുവേർഡ്സ് 100%. ഓക്കെ, നൗ നമുക്ക് എങ്ങനെയാണ് മെത്തേഡ് പാരഗ്രാഫ്, എങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ്, പാരഗ്രാഫ്സിന്റെ മെത്തേഡ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ പാരഗ്രാഫ്സിന്റെ മെത്തേഡ് മനസ്സിലാക്കണമെങ്കിൽ പാരഗ്രാഫ് കോഹറൻസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത്, ഈ പാരഗ്രാഫ് എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത് നമുക്ക് കൃത്യമായി
ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കാം. അവസാനം വരെ കേൾക്കണം. കേട്ട് കഴിഞ്ഞ് മനസ്സിലായി പോയിന്റ് നോട്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി കേൾക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. വൈ? ബിക്കോസ് ചില സമയത്ത് നമുക്ക് ഇത് രജിസ്റ്റർ ആവില്ല, മനസ്സിലേക്ക് രജിസ്റ്റർ ആവില്ല. അപ്പോൾ 1, 2, 3 പ്രാവശ്യം കേൾക്കുമ്പോഴാണ് യെസ് ദിസ് ഷുഡ് ബി അവർ ആക്ഷൻ. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ബി എ സ്ലോ ലേണർ. ഇഫ് വി വാണ്ട് ടു ബിക്കം ഫാസ്റ്റ് വി ഷുഡ് ബി എ സ്ലോ ലേണർ. സ്ലോ ലേണർ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ദെൻ തിരക്ക് പിടിക്കരുത്, ശ്രദ്ധിക്കാം. ഓക്കെ, നൗ പാരഗ്രാഫ് കോഹറൻസ് കീ നൗൺ ആണ്. ആദ്യം നൗൺ നമ്മൾ കണ്ടെത്താം, അല്ലെങ്കിൽ പ്രോനൗൺ, അല്ലെങ്കിൽ അതിന്റെ ലിങ്കിങ് വേർഡ്സ്, അല്ലെങ്കിൽ പാരഗ്രാഫ് സ്ട്രക്ചർ. ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പാരഗ്രാഫ് ചിട്ടപ്പെടുത്താൻ പറ്റും. അപ്പൊ നൗൺ, രണ്ടാമത്തത് പ്രോനൗൺ, പിന്നെ മൂന്നാമത്തത് ലിങ്കിങ് വേർഡ്സ്, ആൻഡ് ഫോർത്ത് ഇസ് പാരഗ്രാഫ് സ്ട്രക്ചർ. സർ ഇതെങ്ങനെയാ? നൗൺ എനിക്കറിയില്ല, പ്രോനൗൺ അറിയില്ല, ഗ്രാമർ വെരി പുവർ. കുഴപ്പമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, സോ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റിപ്പിറ്റീഷൻ ഓഫ് കീവേഡ്സ്, കീ നൗൺസ്. അപ്പോൾ ഇത് മനസ്സിലാക്കാത്തവർ ഞങ്ങളുടെ കോഴ്സ് ജോയിൻ ചെയ്താൽ ഇൻഡക്ഷൻ ട്രെയിനിങ് ആദ്യത്തെ 6 ദിവസം കൃത്യമായി നിങ്ങൾക്ക് തരുന്നതാണ്. ആ ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ തന്നെ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ ഗ്രാമർ സ്ട്രീം ലൈൻ ചെയ്യേണ്ടത് അത് കൃത്യമായി സ്ട്രീം ലൈൻ ചെയ്ത് കിട്ടും. വി ഹാവ് എഫിഷ്യൻറ്റ് people who can do it well. So be with us and for the meanwhile listen to this. അപ്പോൾ റിപ്പിറ്റീഷൻ ഓഫ് കീ നൗൺസ്. കീ നൗൺസ് എന്താണ്? ഇവിടെ ആദ്യത്തെ സെന്റൻസ് നോക്കുക. ഗോൾഡ് എ പ്രഷ്യസ് മെറ്റൽ ഇസ് പ്രൈസ്ഡ് ഫോർ 2 important characteristics. അപ്പോൾ ഇവിടെ ഗോൾഡ് ആയിരുന്നു ആദ്യത്തെ നൗൺ. രണ്ടാമത്തെ, ഫസ്റ്റ് ഓഫ് ഓൾ ഗോൾഡ് ഹാസ് എ ലസ്ട്രസ് ബ്യൂട്ടി ദാറ്റ് ഇസ് റെസിസ്റ്റന്റ് ടു കൊറോഷൻ. അപ്പോൾ അടുത്ത നൗൺ കിട്ടി. Therefore, it is suitable for jewelry, coins and ornamental purposes. അപ്പോൾ അതും നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നൗൺ ഇല്ല. മൂന്നാമത്തേൽ വീണ്ടും നൗൺ നമ്മൾ കാണുന്നു. Another important characteristic of gold is its usefulness to industry and science. For many years, it has been used in hundreds of industrial applications such as photography and dentistry. അപ്പോൾ നമ്മൾ 3 നൗൺ കണ്ടു. അതാണ് കീ നൗൺസ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പാരഗ്രാഫ് സ്ട്രക്ചർ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ എവിടെയൊക്കെയാണ് നൗൺ 1, 2, 3 ഓർഡർ പറ്റുമെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. യെസ് ദിസ് ഇസ് ദ വൺ ഉണ്ടാവണം. ഓക്കെ, ഇനീഷ്യലി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടി വരും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മോക്ക് ടെസ്റ്റ് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് വോണ്ട് ബി എ പ്രോബ്ലം. യുവർ സ്കൈ ഇസ് ദ ലിമിറ്റ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ യൂസ് ഓഫ് സിനോണിംസ്. അപ്പൊ നൗണും ആൻഡ് ഇറ്റ്സ് സിനോണിംസ് ഇത് രണ്ടും ഒരേപോലെ വർക്ക് ചെയ്യും. അപ്പം ഫൈൻഡ് ദ കീ നൗൺ ആൻഡ് ഇറ്റ്സ് സിനോണിം. നമുക്കൊന്ന് കീ നൗണും സിനോണിം ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ. ഇതിൽ എവിടെയാണ് ഈ സെന്റൻസിൽ കീ നൗണും എവിടെയാണ് ഇതിന്റെ സിനോണിം കണ്ടെത്തേക്കുന്നത് ഒന്ന് കണ്ടെത്താം. നമുക്ക് ഒരു 10 സെക്കൻഡ്. സോ ഒന്ന് വായിച്ചു നോക്കിയേ. യെസ്, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ നൗൺ നമ്മൾ കണ്ടെത്തിയേക്കുന്നത്, ഇതിന്റെ സിനോണിം എങ്ങനെയാണ് കണ്ടെത്തിയേക്കുന്നത്. സോ വിൽ ഗെറ്റ് ടു നോ ദിസ്. അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ ആദ്യത്തത് നൗൺ, കീ നൗൺ ആയിരുന്നു. സറൗണ്ടിങ്സ്, അതിന്റെ സിനോണിമാണ് ഇവിടെ വന്നേക്കുന്നത്. എൻവയൺമെന്റ്. ഇവിടെ നോക്കൂ, കൃത്യമായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കി എടുത്താൽ യു ആർ ഓൺ ദ ഡോട്ട്. ബട്ട് എന്താ സറൗണ്ടിങ് കണ്ടില്ല, പിന്നെ ഇവിടെ ഒന്നും സറൗണ്ടിങ് ഇല്ലല്ലോ. അപ്പോൾ നമ്മളെന്താ ഭയങ്കര ടെൻഷനാവും. ഇതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യും? അതൊന്നും ടെൻഷൻ വേണ്ട. കൃത്യമായിട്ട് കീ നൗൺ ശ്രദ്ധിക്കുക, അതിന്റെ സിനോണിമും കൂടി ശ്രദ്ധിക്കുക. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. സറൗണ്ടിങ് ആയിരുന്നു നൗൺ, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ സിനോണിം എൻവയൺമെന്റ് ആയി. ഓക്കെ, നോട്ട് ജസ്റ്റ് സിനോണിം ബട്ട് സിമിലർ വേർഡ്സ് മാച്ചിങ് ഇറ്റ്സ് മീനിങ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത് പ്രോനൗൺ. പ്രോനൗൺ. അപ്പോൾ കീ നൗൺ മനസ്സിലായി, അടുത്തത് പ്രോനൗൺ. അപ്പോൾ വിത്തൗട്ട് പ്രോനൗൺ ആൻഡ് വിത്ത് പ്രോനൗൺ. ഇവിടെ വിത്തൗട്ട് പ്രോനൗൺ. വിത്തൗട്ട് പ്രോനൗൺ എന്ന് വെച്ചാൽ നൗൺ ഗെറ്റ്സ് റിപ്പീറ്റഡ്. ഇവിടെ ആദ്യത്തെ നോക്കാം. ദ ബോസ് സെഡ്. ദ ബോസ് സെഡ് എന്താണ്? ബോസ് സെഡ് ദാറ്റ് ദ ബോസ് വാസ് ഇൻ എ ഹറി. അപ്പൊ ബോസ് സെഡ് ദാറ്റ് ദ ബോസ് വാസ് ഇൻ എ ഹറി. അപ്പൊ നൗൺ ഗെറ്റ്സ് റിപ്പീറ്റഡ്. ബോസ്, ബോസ്. അടുത്തത് വീണ്ടും സെന്റൻസ് നോക്കാം. ദ ബോസ് വാസ് ലേറ്റ് ഫോർ പിക്കിംഗ് അപ്പ് ദ ബോസസ് വൈഫ്. അപ്പൊ ബോസ് വീണ്ടും റിപ്പീറ്റ് ആയി. ബട്ട് ദ ബോസ് ഡിഡ് നോട്ട് നോ വെയർ ദ എയർപോർട്ട് വാസ്. സോ ഇങ്ങനത്തെ ഒരു സെന്റൻസ്
യാഥാർത്ഥ്യത്തിൽ നമ്മൾ ആരും എഴുതാറില്ല അല്ലേ. ഇറ്റ്സ് എ ബേസിക് സിമ്പിൾ സെന്റൻസ്. ഇങ്ങനത്തെ സെന്റൻസ് നമ്മൾ ആസ് വർക്കിംഗ് പ്രൊഫഷണൽസ് ഓർ വെരി മച്ച് നോളജബിൾ ഇങ്ങനൊരു സെന്റൻസ് എഴുതാറില്ലേ. ബട്ട് വിത്ത് പ്രൊനൗൺ നമ്മൾ എന്താ ചെയ്യാം? ദ ബോസ് സെഡ് ദാറ്റ് ഹി വാസ് ഇൻ എ ഹറി, ഹി വാസ് ലേറ്റ് ഫോർ പിക്കിംഗ് ഹിസ് വൈഫ് up at the airport and he did not know where it was. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എല്ലാത്തിനും ഒരു പ്രോണൗൺ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെ പ്രോണൗൺ? ഹി ഉപയോഗിച്ചു, ഇവിടെയും ഹി ഉപയോഗിച്ചു, ഹിസ് ഉപയോഗിച്ചു, ഹി ഉപയോഗിച്ചു, ഇറ്റ് ഉപയോഗിച്ചു. കൃത്യമായ ഒരു ചിട്ടയുണ്ട്. ഇത് വെച്ചിട്ടാണ് ലിങ്ക് ചെയ്ത് പോയേക്കുന്നത് ആ ലൈൻ മൊത്തം. അപ്പൊ അതേ രീതിയിലാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമ്മളും കൂടി കണ്ടെത്തേണ്ടത്. അപ്പൊ എങ്ങനെയാ കണ്ടെത്തേണ്ടതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഹിയർ ഇവിടെ നോക്കൂ, അതേ സെന്റൻസ്, ഗോൾഡിന്റെ അതേ സെന്റൻസ്, ബട്ട് ആദ്യത്തേൽ ഗോൾഡ് നമുക്ക് കിട്ടി, കീ നൗൺ ആയിരുന്നു. അടുത്തേൽ കീ നൗൺ ആയിരുന്നു. ബട്ട് അവിടെ വീണ്ടും റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇറ്റ് ഇസ് സൂട്ടബിൾ ഫോർ ജ്വല്ലറി. ഇവിടെ നോക്കൂ, ഗോൾഡ് ഇസ് ഇറ്റ്സ് യൂസ്ഫുൾനെസ്, ഇറ്റ്സ് ഇൻ ഇറ്റ്സ് യൂസ്ഫുൾനെസ്. അപ്പൊ ഇറ്റ്സ്, അപ്പൊ ഗോൾഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ ഇറ്റ്സ് യൂസ്ഫുൾനെസ്. ഫോർ മെനി ഇയേഴ്സ് ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ്. അപ്പൊ ഇറ്റ് വീണ്ടും പ്രൊനൗൺ ആയിട്ട് ഉപയോഗിച്ചു. എന്താണ്? സെക്കൻഡ് റെഫറൻസ് ആണ് പ്രൊനൗൺ. അത് നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ബട്ട് എന്താ, നമ്മൾ ഇത് പാരഗ്രാഫ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കാറില്ല. വി ആർ ലോസ്റ്റ്. നമ്മൾ ഭയങ്കര ടെൻഷനാണ്, എവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം മറന്നു പോകുന്ന കാരണമാണ്. അപ്പൊ നമുക്ക് നോക്കാം ലിങ്കിങ് വേർഡ്സ്. അടുത്തതാണ് ലിങ്കിങ് വേർഡ്സ്. ശ്രദ്ധിക്കണം. അപ്പൊ ലിങ്കിങ് വേർഡ്സ് എന്താണ്? ലിങ്കിങ് വേർഡ്സ് സെയിം രീതി തന്നെ, അതേ പാരഗ്രാഫ് തന്നെ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യുന്നു. ഗോൾഡ്, അപ്പൊ ഇവിടെ ഗോൾഡ് ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യ സെന്റൻസിന് ഗോൾഡിനെ നമ്മൾ എന്താണ് ഗോൾഡ് എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ലിങ്കിങ് വേർഡ്സ് ലിങ്ക് ചെയ്തു. ഈ ഒരു സെന്റൻസ് ഇവിടെ ലിങ്ക് ചെയ്തു. രണ്ടാമത്തത് therefore, അതിരുന്നാൽ, അതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് കാരണം കൊണ്ട്, therefore റിസൾട്ട് കാണിക്കുന്നു, therefore it is suitable for jewelry. മനസ്സിലായോ? അപ്പോ ഇവിടെ ലിങ്കിങ് വേർഡ്സ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പൊ നമ്മുടെ സ്ട്രക്ചർ, പാരഗ്രാഫ് സ്ട്രക്ചർ വരുമ്പോൾ ഇതുപോലെ തന്നെ ലിങ്കിങ് വേർഡ്സ് എവിടെയൊക്കെയാണ് എന്ന് മാത്രം നമ്മൾ കണ്ടെത്തിയാൽ ചില പാരഗ്രാഫ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ സച്ച് ആസ് എന്ന് വെച്ചാൽ വീണ്ടും എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു സച്ച് ആസ്. അപ്പൊ എന്തായി? ഇവിടെയും ലിങ്കിങ് വേർഡ്സ് വന്നിട്ടുണ്ട്. ആദ്യത്തെ ലിങ്കിങ് വേർഡ്സ് മാത്രം അന്വേഷിച്ചാൽ പോരാ, ബട്ട് there are linking words in the middle so that you find it very easily. നിങ്ങൾക്ക് വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസ് സ്ട്രക്ചർ ചെയ്യാൻ എളുപ്പമുണ്ടാവും. Now let us understand this. അപ്പൊ പല രീതിയിലാണ് സീക്വൻസ് ചെയ്യുക. ഏതൊക്കെ രീതി? ടൈം, ഇമ്പോർട്ടൻസ് ആൻഡ് കോൺട്രാസ്റ്റ്. അപ്പൊ ടൈമിൽ എങ്ങനെയാണ് നമ്മൾ സീക്വൻസ് ചെയ്യുന്നത്? ടൈം മോസ്റ്റ് റീസെന്റ് ടു ദ ഓൾഡസ്റ്റ്, ഓക്കെ, ഓർ ഓൾഡസ്റ്റ് ടു ദ മോസ്റ്റ് റീസെന്റ്. നമ്മൾ കഥകളൊക്കെ കണ്ടിട്ടുള്ളത് ഫ്ലാഷ് ബാക്കിൽ പോയിട്ട് ഇപ്പോഴത്തെ കഥ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ജനനം മുതൽ മരണം വരെ അല്ലെ, അങ്ങനെയാണല്ലോ സീക്വൻസ് ചെയ്യുക. ടൈം സീക്വൻസ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതേ രീതിയിലാണ് പാരഗ്രാഫും സീക്വൻസ് ചെയ്യുന്നത്. പല പാരഗ്രാഫുകൾ, എല്ലാ പാരഗ്രാഫിലും ഉണ്ടാവില്ല. യു ക്യാൻ ഇംപ്ലിമെന്റ് എനി ഓഫ് ദീസ് മെത്തേഡ് ഇൻ യുവർ സെന്റൻസ് അക്കോർഡിംഗ് ടു ദ വേരിയേഷൻ ഓഫ് യുവർ സെന്റൻസസ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. മെനി ഓഫ് ദ എത്നിക് ദാറ്റ് lived in Hawaiian Islands today arrived at different times in history. Most of them came to work as laborers. അപ്പോൾ വന്നപ്പോൾ എന്തായിരുന്നു? came as laborers on sugar and pineapple plantation. The first group arrived in 1850 when the Chinese came. They were followed by Japanese in the 1880, and then the Koreans and Filipinos in the 1900. The immigration process continues today, but now many workers arrive from Mexico and Central America. എവിടെ നോക്കൂ, ഈ ഡേറ്റുകൾ തന്നെ നോക്കിയാൽ നമ്മുടെ സീക്വൻസ് കിട്ടും, ആദ്യത്തെ സീക്വൻസ് കിട്ടും. പിന്നെ ഇവിടെ കിട്ടും മെനി ഓഫ് ദ എത്നിക് ദാറ്റ് live in Hawaii today. എന്ത് പറയുന്നു? ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നേക്കുന്നത്, ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നോ അത് ഇവിടുന്നാണ് വന്നേക്കുന്നത്. ഹവായിൻ ഐലൻഡ്സിൽ എന്തൊക്കെ എത്നിക് ഗ്രൂപ്പ്സ് നേരത്തെ വന്നു, അവരൊക്കെ ഡിഫറെന്റ് ടൈംസ് ഇൻ ഹിസ്റ്ററിയിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെ? മെനി ഓഫ് ദം കെയിം ആസ് വർക്കേഴ്സ് ആസ് ലേബറേഴ്സ് ഓൺ ദ ഷുഗർ ആൻഡ് പൈനാപ്പിൾ പ്ലാന്റ്സ്. അപ്പൊ ഇങ്ങനെയാണ് ടൈം സീക്വൻസ് എടുത്തേക്കുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ്. അപ്പോ ഇത് നമുക്കൊന്ന് ഓർഡർ ചെയ്ത് നോക്കാം. യു ഹാവ്
1 minute to track it out. നമുക്കൊന്ന് നോക്കാം ഇത് എങ്ങനെയാണ് നമുക്കൊന്ന് സീക്വൻസ് ചെയ്യാൻ പറ്റുക. പെട്ടെന്ന് സീക്വൻസ് ചെയ്തേ. അപ്പൊ സീക്വൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? യു ഹാവ് ദ ടൈം, കീ നൗൺസ്, പ്രോനൗൺസ് ആൻഡ് ലിങ്കിങ് വേർഡ്സ്. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മുടെ സീക്വൻസ് കറക്റ്റ് ആവേണ്ടത്. പോസ് ചെയ്യുക, എന്നിട്ടൊന്ന് സീക്വൻസ് ചെയ്യുക, എന്നിട്ട് മാത്രം കേട്ടാൽ മതി. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് കിടക്കാം. സോ യു ഹാവ് ഹിയർ എന്താണ്? ആസ്ട്രോണമേഴ്സ് ക്ലെയിം ദാറ്റ് എ സ്റ്റാർ ബിഗിൻസ് എന്ന് തന്നെ പറഞ്ഞു അല്ലെ? ബിഗിൻസ്. അപ്പൊ അവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഒരു ലിങ്കിങ് വേർഡ് കിട്ടി അല്ലെ? ബിഗിൻസ് സച്ച് ആസ് എ ക്ലൗഡ് ഓഫ് ഹൈഡ്രോജൻ ആൻഡ് ഹീലിയം. അപ്പോ ക്ലൗഡ് ഇവിടെ റെഫറൻസ് ഉണ്ട്. ഈ ക്ലൗഡ് എന്ത് ചെയ്തു? ആസ് ദ ക്ലൗഡ്സ് മൂവ്. അപ്പൊ ഇവിടെ ക്ലൗഡിന് അടുത്ത കണക്ഷൻ കിട്ടി, ക്ലൗഡ് അല്ലെ? നൗ ആസ് ഇറ്റ് കളക്ട്സ് ദ ബിറ്റ്സ് ഓഫ് ഡസ്റ്റ് ആൻഡ് മൂവ്സ് ഫോർ മോർ ഫ്ലോട്ടിംഗ് ഗ്യാസസ്, then the cloud begins to warm as more dust. അപ്പൊ ഇവിടെ നോക്കൂ, moves along with a bit of dust. ആദ്യത്തെ കുറച്ച് ഡസ്റ്റ്, അത് കഴിഞ്ഞിട്ട് more dust and gases after a long period of time. After a long period of time. ഇതെല്ലാം കഴിഞ്ഞിട്ട് after a long period of time, this is how a star is born. കിട്ടിയോ? So this is how you need to develop and structure a paragraph. ഇങ്ങനത്തെ സ്ട്രക്ചറിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഈ ഒരു റെഫറൻസ് പോയിന്റ്സ്. ഈ റെഫറൻസ് പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റീഓർഡർ പാരഗ്രാഫ് ഇസ് ആസ് ഈസി ആസ് you can ever imagine. So you have to do this. Understood? Now next is ലോജിക്കൽ സീക്വൻസിങ്ങിന്റെ അടുത്ത ഭാഗമാണ് ഇമ്പോർട്ടൻസ്. ഇമ്പോർട്ടൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കുമ്പോൾ ഇമ്പോർട്ടൻസിൽ എന്താണ്? Importance most important to least important. Most important to the least important. For example, when you go on a trip, it is important to plan your trips carefully. For example, when you go on a trip, you need to think about how much money to allot for things like transportation, food and hotels. In particular, hotels and transportation on trips can be expensive if you don't book them with plenty of time in advance. Another thing to plan for this is how much time you want to spend sightseeing and doing different sorts of activities. Even though you may want to do everything, you have to remember there are only so many hours in a day. There are only so many hours in a day. In some, planning your trip carefully will allow you to have a more relaxed trip. അപ്പോൾ ഇവിടെ നോക്കൂ, most important to the least important. Most important to the least important. നമ്മൾ ആദ്യത്തത് കുറച്ച് എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിച്ചു. ആദ്യം എന്തിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് അടുത്ത ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദെൻ ദ കൺക്ലൂഷൻ. ശ്രദ്ധിച്ചാൽ മതി. യു വിൽ ഗെറ്റ് എ ഹിന്റ് വെൻ യു ആർ ട്രൈങ് ടു ഡു റീഓർഡർ പാരഗ്രാഫ്. നമുക്ക് തോന്നും ഇറ്റ് ഈസ് വെരി ഈസി സർ, ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വരും. ബട്ട് വെൻ ഇറ്റ് കംസ് അണ്ടർ ദ എക്സാമിനേഷൻ സ്ട്രെസ്, ആ സ്ട്രെസ്സിൻ്റെ സമയത്ത് നമ്മുടെ മനസ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ ഹിൻസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹിൻസിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. യു വിൽ ബി ഏബിൾ ടു ഡു വിതിൻ സെക്കൻഡ്സ്. സോ ഫോക്കസ് ഓൺ ദാറ്റ്. നൗ കംസ് ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ഇതെങ്ങനെയാണെന്ന് സീക്വൻസ് ചെയ്യുക. അപ്പോൾ സീക്വൻസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? കീ നൗൺസ്, പ്രോനൗൺസ്, ലിങ്കിങ് വേർഡ്സ്. നമുക്കൊന്ന് നോക്കിയാലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ്, കീ നൗൺസ്, പ്രോനൗൺസ്, ലിങ്കിങ് വേർഡ്സ്. ഇത് 5ഉം ജംബിൾഡ് ഫോർമാറ്റിലാണ്. നമുക്കിത് ഓർഡർ ചെയ്യണം, ഒന്ന് ഓർക്കണം. എപ്പോഴും ഓർഡർ ചെയ്യേണ്ടതാണ്, ഇത് ഓർഡറിലല്ല. ഓക്കെ, സോ പോസ് ചെയ്താൽ മതി. പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടി നിങ്ങൾ ടേക്ക് സം ടൈം. ഇനീഷ്യലി ഇറ്റ് മേ ടേക്ക് some seconds extra, no issues. ഒന്ന് പോസ് ചെയ്യാം, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. യു വിൽ ഗെറ്റ് ദ ആൻസർ how it is done. A day is by far the most expensive item you will ever buy. Worryingly, the median house price in Australia is now well above $7 lakh.
A car is probably the next most expensive object on the list. Most cars luckily are far less expensive than houses. Still, these two things alone will cost you next to $1 million. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാം നൗൺസും പ്രൊനൗൺസും ലിങ്കിങ് വേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ കൃത്യമായി ഓർഡർ ചെയ്തേക്കുന്നത്. ബട്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇത് സ്ട്രക്ചർ ചെയ്യാൻ പറ്റാത്തത്. സോ ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ് ഓൾ ദ ടു റൈറ്റ്? ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇത് ചെയ്യണേ. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് വളരെയധികം മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. വാട്ട് ഇസ് കോൺട്രാസ്റ്റ്? ഓർഡറിങ് ഐഡിയാസ് ബൈ കമ്പാരിസൺ. കമ്പയർ ചെയ്ത് ഓർഡർ ചെയ്യാന്നാണ്. കമ്പയർ ചെയ്ത് ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണ്? നമുക്കിത് സെന്റൻസ് വായിച്ച് നോക്കാം. Alcoholism is a disease that the non-alcoholic has a hard time understanding, and the two different lifestyles are quite different. The non-alcoholism has a lifestyle that involves family and friends. He enjoys going to farm. In contrast, അപ്പോൾ ആദ്യത്തെ സെന്റൻസിൽ എന്തായിരുന്നു? It is an introduction line talking about alcoholism in overall general. ഫസ്റ്റ് ലൈനിൽ നോൺ ആൽക്കഹോളിസത്തിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് അതിനെ കഴിഞ്ഞിട്ട് ഇൻ കോൺട്രാസ്റ്റ് എന്ന വാക്ക് വന്നപ്പോൾ എന്താ? ഇൻ കോൺട്രാസ്റ്റ് ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് ദ വൺ പാർട്ട്, ദ ഡിഫറെന്റ് പാർട്ട്, വൺ സൈഡ് ഓഫ് ദ കോയിൻ, ആൻഡ് ഇറ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് ദ അതർ സൈഡ് ഓഫ് ദ കോയിൻ. അപ്പൊ ഇൻ കോൺട്രാസ്റ്റ് ദ ആൽക്കഹോളിക് ട്രൈസ് ടു അവോയ്ഡ് ഫാമിലി ഫംഗ്ഷൻസ് അൺലെസ് ആൽക്കഹോൾ ഇസ് ഓഫേർഡ്. അപ്പൊ റീഡിങ്ങിൽ നിങ്ങളുടെ സ്കോർ കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീ ഓർഡർ പാരഗ്രാഫ് കൃത്യമായി മനസ്സിലാക്കണം കേട്ടോ. അല്ലാതെ തിരക്ക് പിടിച്ച് റീ ഓർഡർ പാരഗ്രാഫ് ചെയ്ത് വീണ്ടും പറയും, സർ എനിക്ക് പറ്റുന്നില്ല. എന്തിനാ പറ്റാത്തത് നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാരണമാണ്. കുറെ ഹിന്റുകൾ ഈ പാരഗ്രാഫ്സിൽ തന്നെ ഉണ്ട്. നിങ്ങളൊന്ന് മനസ്സിരുത്തി ശ്രദ്ധിച്ചാൽ മതി, യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഇതും കോൺട്രാസ്റ്റിംഗ് ഫീച്ചർ ആണ്. ഓക്കെ, ദിസ് ഇസ് കോൺട്രാസ്റ്റിംഗ് ഫീച്ചർ. ഇതൊന്ന് ശ്രദ്ധിക്കാം. A, B, C, D, E. Now try to sort it in order. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. കീ നൗൺസ്, പ്രോനൗൺസ്, ലിങ്കിങ് വേർഡ്സ്. പോസ് ഇറ്റ് ഹിയർ. ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ഓർഡർ മാത്രം പേപ്പറിൽ നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് ഒന്ന് കടന്നാലോ? ഓക്കെ, നൗ there is a key characteristic which distinguishes plants from animals. Green plants are able to manufacture their own food from substances in the environment. This process is called photosynthesis. In contrast, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അതിന്റെ വേറൊരു ഭാഗം കൂടി പറയുന്നുണ്ട്. Animals get their food either directly from plants or indirectly, which animals have eaten plants. Therefore, അപ്പൊ therefore എന്തായി? എല്ലാത്തിന്റെയും ഒരു റിസൾട്ട്. Therefore, the difference between plants and animals is quite significant. അപ്പൊ നോക്കൂ, എന്ത് ഭംഗിയായിട്ടാണ് നമ്മളെ കോൺട്രാസ്റ്റ് മനസ്സിലാക്കിയപ്പോൾ ഈ ഒരു കാര്യം സെറ്റായത്. ബട്ട് ലോജിക്കലി ഇറ്റ് ഇസ് നോട്ട് ഡൺ. ഇറ്റ് ഇസ് ഡൺ വിത്ത് എ സയൻസ്. ഈ സയൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ്. അപ്പോൾ ഒരു സെന്റൻസ്, ഒരു കൃത്യമായ ഒരു സെന്റൻസ് ഒരു ഫ്ലോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ഉണ്ടാവണം? ഇത് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. Gold has a lustrous beauty that is resistant to corrosion. Gold has a lustrous beauty that is resistant to corrosion. Therefore, it is suitable for jewelry, coins and ornamental purposes. നോക്കൂ, ഈ സെന്റൻസിന്റെ ഫ്ലോ ഗോൾഡിനെ കുറിച്ച് പറഞ്ഞു, therefore എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? ഇവിടെ ഒരു ഫ്ലോ ഉണ്ട്. അതുകൊണ്ടാണ് സെന്റൻസ് ഷുഡ് ഹാൻഡ് ഷേക്ക്. ഒരു ചിട്ട ഉണ്ടാവണം. ആ ഹാൻഡ് ഷേക്ക് വരുമ്പോൾ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ കഥാരൂപത്തിൽ ഒരു സ്റ്റോറിയുടെ രീതിയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അത് സ്ട്രൈക്ക് ചെയ്യും. വൈ ദിസ് ഹാപ്പൻസ്? ബിക്കോസ് ദർ ഇസ് എ ഹാൻഡ് ഷേക്ക് ബിറ്റ്വീൻ സെന്റൻസസ്. ആ സെന്റൻസ് തമ്മിൽ ഒരു ഹാൻഡ് ഷേക്ക് ഇല്ലാത്തപ്പോഴാണ് നമ്മുടെ സെന്റൻസ് ഓർഡർ ആയിട്ടില്ല നമുക്ക് തന്നെ തോന്നുന്നത്. സോ മൈൻഡ് ഇറ്റ്. ഓക്കെ, നൗ നെക്സ്റ്റ്. അപ്പോ either the first sentence will match from subject with a verb with an object with an object, പല രീതിയിലും മാച്ച് ചെയ്യും. അതിന് നിങ്ങൾ കുറച്ചൊന്ന് ഗ്രാമർ ഡെപ്തിൽ മനസ്സിലാക്കണം. ഓക്കെ, ഡെപ്തിൽ നിങ്ങൾ കാര്യങ്ങൾ ഗ്രാമർ ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ ആദ്യത്തേൽ സബ്ജക്റ്റ് എവിടെയോ ഓബ്ജക്റ്റ് ആയി മാറിയിട്ടുണ്ട്. അപ്പൊ ആ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ആയിട്ട് ലിങ്ക് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് വെർബായിട്ട് ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. നോക്കിയാലാണ് നമുക്കത് ലിങ്ക് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സെന്റൻസസ് ഹാൻഡ് ഷേക്ക്
when this subject verb object has some link with a subject or a verb or an object. ഇത് നടന്നു കഴിഞ്ഞാലാണ് ആ ഹാൻഡ് ഷേക്ക് നടക്കുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, now the method എന്താണ് മെത്തേഡ്? സോ ചില ഫസ്റ്റ് സെന്റൻസിൽ ഒരു നൗൺ ഉണ്ടാവും, പിന്നെ അത് ദ നൗൺ എന്ന് പറയും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ സീബ്ര അടുത്ത സെന്റൻസിൽ ദ സിബ്ര എന്ന് പറയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആദ്യത്തെ റെഫറൻസ് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അറിയുന്ന ഒരാളായ കാരണമാണ് ദ എന്ന് പറഞ്ഞത്, ദ സിബ്രാസ് എന്ന് പറഞ്ഞത്. സിബ്രാസ് ആദ്യം പറഞ്ഞു, ദ സിബ്രാസ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അത് നോൺ ആയ കാരണം ദ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ ഒരു ഫസ്റ്റ് സെന്റൻസ് അതായി, സെക്കൻഡ് സെന്റൻസ് ദ വന്നു. ഇനി അടുത്തത് എ നൗൺ ദ നൗൺ എന്ന് വെച്ചാൽ എ മാൻ ദ മാൻ. എ മാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ മനുഷ്യനെ, അല്ലെങ്കിൽ ജോവി, ഒരു ജോവി, അത് കഴിഞ്ഞിട്ട് ദ ജോവി, ബിക്കോസ് ഇറ്റ് ഇസ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ആദ്യത്തെ സെന്റൻസിൽ ജോവി വന്നു, അത് കഴിഞ്ഞ് ദ നോൺ ആണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി എ മാൻ ദ മാൻ. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഇത് ഹാൻഡ് ഷേക്ക് എപ്പോഴും ശ്രദ്ധിക്കണം. സെന്റൻസ് ആർ സ്ട്രക്ചേർഡ് വെൽ വെൻ ദേ ഹാവ് എ കണക്ഷൻ, ദേ ഹാവ് എ ഹാൻഡ് ഷേക്ക്. ഓക്കെ, അടുത്തത് നോക്കാം. അപ്പോൾ ഇത് നൗൺ ദ നൗൺ ചിലപ്പോൾ ദീസ് അല്ലെങ്കിൽ ദോസ് ആയിട്ട് വരും. നൗൺ ദ നൗൺ ആയിട്ട് ദിസ് അല്ലെങ്കിൽ ദാറ്റ് ആയിട്ട് വരും. ദാറ്റ് മാൻ, ദിസ് മാൻ എന്ന് പറയും. മാൻ ദ മാൻ, ദിസ് മാൻ ദാറ്റ് മാൻ എന്ന് കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതും ഹാൻഡ് ഷേക്കിന്റെ ഭാഗമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇവിടെ എന്താണ് നമ്മൾ പഠിച്ചത്? ഇവിടെ പഠിച്ച കാര്യങ്ങൾ ഫൈൻഡ് ദ ഇൻഡിപെൻഡന്റ് സെന്റൻസ്. ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആദ്യം കണ്ടെത്തുക. ഒരു ഇൻട്രോഡക്ടറി സെന്റൻസ് ആദ്യം കണ്ടെത്തുക. അത് ആ സെന്റൻസിന്റെ ഇതിലാണോ, ആ സ്ട്രക്ചറിലാണോ, അതിനെക്കുറിച്ചാണോ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ മൊത്തം സംസാരിക്കുന്നത്, അതൊന്ന് കണ്ടെത്താം. ഐഡന്റിഫൈങ് ദ ഇൻഡിപെൻഡന്റ് സ്ട്രക്ചർ ഓർ ഐഡന്റിഫൈങ് ദ കീ ഓബ്ജക്ട് ഓഫ് ദ പാരഗ്രാഫ് ഈസ് എസെൻഷ്യൽ. ആദ്യം എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ആ 5 ലൈനിൽ നിങ്ങൾ കണ്ടെത്തേണ്ടതാണ് അത്യാവശ്യം. അത് കഴിഞ്ഞ് യൂസിങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദാറ്റ് ഇത് ആദ്യം കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ ലിങ്ക് ചെയ്യേണ്ടത് കീ നൗൺസ് അല്ലെങ്കിൽ സിനോണിംസ് അല്ലെങ്കിൽ നൗൺസ് പ്രൊനൗൺസ് അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ്സോ അല്ലെങ്കിൽ ഹാൻഡ് ഷേക്ക് ഞാൻ പറഞ്ഞില്ലേ, സബ്ജക്ട് വെർബ് ഓബ്ജക്ട് ഓർ കണക്ഷൻ സബ്ജക്ട് വെർബ് ഓബ്ജക്ട് ഹാസ് എ ഹാൻഡ് ഷേക്ക് വിത്ത് ഈതർ എ സബ്ജക്ട് ഈതർ എ വെർബ് ഈതർ എൻ ഓബ്ജക്ട്. ഈ കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കിയെടുത്താൽ യു വിൽ ഫോർ ഷുവർ റീഓർഡർ പാരഗ്രാഫ് ചെയ്യാൻ പറ്റും. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങളൊന്ന് കാണുക, റിവൈൻഡ് ചെയ്ത് കാണുക, അല്ലെങ്കിൽ ഒന്ന് തൊട്ട് കാണുക. റിവൈൻഡ് ചെയ്യുക എന്ന് പറയല്ല, ഒന്ന് തൊട്ട് കാണുക, ഒന്ന് മനസ്സിലാക്കുക, നോട്ട്സ് ഒന്ന് റെഫർ ചെയ്യുക, എന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ദിസ് അറ്റ്ലീസ്റ്റ് 2 to 3 times ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ഇംപ്ലിമെന്റിങ്. പലപ്പോഴും നമുക്ക് പല സംശയങ്ങളും വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ തിരക്ക് പിടിക്കും. അയ്യോ സാർ എനിക്ക് മനസ്സിലായി, ഓ എനിക്ക് മനസ്സിലായി. ബട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ അയ്യോ ശരിയാവുന്നില്ലല്ലോ. എന്തുകൊണ്ട് ശരിയാവുന്നില്ല? ബിക്കോസ് you have not understood some portion of it. So make sure that you watch it twice or thrice and then try implementing the reorder paragraph. Your score will increase for sure. Appo, thank you for watching this, and in case you want to join us, you can call us at this number, and make sure to pass this video to your friends who are preparing for PT or are likely very worried about second or third attempt. Make sure that you just share it with them. Thank you for watching. God bless you all. Meet you in the next video. Bye.